തലമാണ് ഇസ്ലാമിന്റെ സ്വഭാവമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ വഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. ഓരോ മതത്തിനും ഓരോ സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ ഏറ്റവും കാതലായ സ്വഭാവം അൽ ഹയാ, അത് നാണമാണ്, ലജ്ജയാണ്. നമ്മുടെ നാട്ടിൽ പറയാറില്ലേ, ചെയ്യാൻ പാടില്ലാത്തതിലേക്ക്, കാണാൻ പാടില്ലാത്തതിലേക്ക് പോകാനുള്ള ശരീരത്തിൻ്റെ ഒരു മടി, ഇറങ്ങി പുറപ്പെടാനുള്ള ശരീരത്തിൻ്റെ ഒരു മടി, അത് ഈമാനാണ് കേട്ടോ. ജനങ്ങളെ ഇടയിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയാനും യഥേഷ്ടം അവരോട് സംസാരിക്കാനും വാക്കുചാരുതി ഇല്ലാത്തത് കൊണ്ടല്ല ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ മാറി നിന്നത്, അവരെ പെൺമക്കൾ മാറി നിന്നത്, സഹാബി വനിതകൾ മാറി നിന്നത്, വളരെ കരുത്തോടെ കാതലോടെ കാത്തു സൂക്ഷിച്ചത് ഉമ്മമാരെ. നമ്മൾക്കതിലൊക്കെ പഠിക്കാൻ ധാരാളം ഉണ്ട്. ബീവി സൗദ റളിയല്ലാഹു അൻഹാ മക്കയിൽ നിന്ന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ വാഹനങ്ങൾ എമ്പാടും ഉണ്ടായിട്ട് സഹായങ്ങളും സൗകര്യങ്ങളും ഏറെ കിട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിന് ശേഷമാണ് സംഭാവനകൾ അവരെ കുടുംബങ്ങളിലേക്ക് കൂടുതൽ ഒഴുകാൻ തുടങ്ങിയത്. തങ്ങളെ കാലത്ത് കിട്ടിയ ദിർഹമിനേക്കാളും അധികം ദിർഹം തങ്ങളെ കാലശേഷമാണ് കിട്ടിയത്. ഇമാം തുർമുദി റഹ്മഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിൽ കാണാം, ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ് തങ്ങളെ കാലശേഷവും സ്വഹാബിമാരും താബിയുകളും ഹദിയകൾ കൊണ്ടുപോയി കൊടുത്തിരുന്നത്. ഒരു ദിവസം അവിടെ 2 കീസ് വന്നു, 2 സഞ്ചി. ആ സഞ്ചിയിൽ ദിർഹമാണുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ എണ്ണി നോക്കാൻ വേണ്ടി തൊട്ടപ്പുറത്തുള്ള പെൺകുട്ടിയോട് പറഞ്ഞു. ആ പെൺകുട്ടി എണ്ണി നോക്കുമ്പോ 1,80,000 ദിർഹമുണ്ട്. ഒരൊറ്റ ദിവസം കിട്ടിയ ഹദിയയാണ്. എല്ലാ ഒരു മാസത്തെ കണക്കല്ല, ഒരു വർഷത്തെ കണക്കല്ല, ഒരൊറ്റ ദിവസം ആ വീട്ടിലേക്ക് വന്ന ഹദിയയാണ്. എത്ര വലിയ സംഖ്യയാണത്! ഇന്നത്തെ മൂല്യം വെച്ച് കൂട്ടരുത്, 1-ാം നൂറ്റാണ്ടിലെ മൂല്യം വെച്ച് കൂട്ടണം. 1,80,000 ദിർഹം കിട്ടിയിട്ട് ഇത്രമാത്രം വലിയ സമ്പത്തും സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് എല്ലാ വർഷവും 4, 5, 6, 7 തവണ ഉംറക്ക് പോകാൻ അവർക്ക് കഴിയില്ലേ? കഴിയും. പക്ഷേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും മറ്റു ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും അവരത് വിഷയങ്ങൾ ചുരുക്കിക്കളഞ്ഞു. ഹജ്ജിന് അവരൊക്കെ പോയെങ്കിലും ഉംറകൾ അവർ എണ്ണം ചുരുക്കി. സൗദ ബീവി റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന 2ാമത്തെ പത്നിയാണ്. എന്തൊരു ഈമാനുള്ള മഹദിയാണ്! ചോദിച്ചു ഒരാൾ വന്നിട്ട്, നിങ്ങളെ മറ്റു സഹോദരിമാര് പോകും പോലെ എല്ലാ വർഷവും എന്തേ ഹജ്ജിന് പോകാത്തത്? എല്ലാ വർഷവും എന്തേ ഉംറക്ക് പോകാത്തത്? സൗദ ബീവി റളിയല്ലാഹു അൻഹയുടെ മറുപടി എന്താണ്? റബ്ബ് സുബ്ഹാനഹു വ തആല എന്നോട് ഹജ്ജ് ചെയ്യാൻ കൽപ്പിച്ചു. ആ ഹജ്ജ് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ചെയ്തു. ഉംറ ചെയ്യാൻ എന്നോട് കൽപ്പിച്ചു. ആ ഉംറയും തങ്ങളോടൊപ്പം പോയി ഞാൻ ചെയ്തു. അതിനുശേഷം അത് മാത്രമല്ലല്ലോ അല്ലാഹു കൽപ്പിച്ചത്, വഅമറനില്ലാഹു അൻ അഖിറ ഫീ ബൈതി. എന്റെ വീട്ടിൽ അത്യാവശ്യ സംഗതികൾക്ക് വേണ്ടിയല്ലാതെ പുറത്തിറങ്ങാതെ ഒതുങ്ങി ജീവിക്കാൻ അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ആ കൽപ്പന ശിരസാ വഹിച്ചുകൊണ്ടാണ് ഞാനിവിടെ ഒതുങ്ങിക്കൂടുന്നത്. മഹദിയുടെ വീട്ടിൽ നിന്ന് പിന്നെ പുറത്തേക്ക് വന്നത് ജനാസ മാത്രമാണ് എന്ന ഹദീസിന്റെ ബാക്കിയിൽ കാണാം. ജനാസയല്ലാതെ ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. എന്തൊരു സൂക്ഷ്മതയോടെ ജീവിച്ചവർ! അത്യാവശ്യ ഘട്ടങ്ങൾ ഉണ്ടാകും, രോഗികളെ കാണാൻ, മരിച്ച വീട്ടിൽ പോകാൻ, ഡോക്ടറെ കാണാൻ. അത് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് അല്പം നടക്കൂല. അത്യാവശ്യ സംഗതികൾക്ക് വേണ്ടി പോകണം. സിയാറത്തിന് പോകുമ്പോഴും നിബന്ധനകൾ പൂർണ്ണമായും പാലിച്ചെങ്കിൽ മാത്രം പോയാൽ മതി. അങ്ങനെയാണ്. വാളിന് വരുന്നിടത്തൊക്കെ അങ്ങനെ തന്നെയാണ്. നമ്മൾ നിയമം ഒരു സ്ഥലത്തേക്ക് മാത്രം ഒതുക്കുന്നില്ല. കല്യാണത്തിന് നിങ്ങൾ പോകുന്നുണ്ടോ? പൂർണ്ണ നിയമം പാലിക്കണം. സൽക്കാരത്തിന് പോകുന്നുണ്ടോ? പൂർണ്ണ നിയമം പാലിക്കണം. നിയമം പാലിപ്പിക്കപ്പെടാത്ത രീതിയിലാണെങ്കിൽ പോകുന്നതിനേക്കാളും നല്ലത് പോകാതിരിക്കലാണ്. അതാണ് ഖൈറ്. ആ ഈമാനികമായൊരു ഖുവ്വത്താണ് നേടിയെടുക്കേണ്ടത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ വെച്ച് അള്ളാഹു നമ്മളെ പരീക്ഷിക്കുന്നൊരു ലോകാണ്. ശരീരം കൊണ്ട് അള്ളാഹു തആല പരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. താല്പര്യങ്ങൾ, ആഗ്രഹങ്ങൾ നൽകിയിട്ടുള്ള പരീക്ഷണം. അതാണ് നമ്മുടെ ശരീരത്തിന് അള്ളാഹു നൽകുന്ന വലിയ പരീക്ഷണം. അവിടെ പിടിച്ചു നിൽക്കാനുള്ള കഴിവാണ്, വേണ്ടാന്ന് വെക്കാനുള്ള കഴിവാണ് ഏറ്റവും വലിയ കഴിവ്. അതാണ് ഏറ്റവും വലിയ കഴിവ്. ഒരാൾ വിദേശത്തേക്ക് ജോലിക്ക് പോയി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഏതോ ഒരു ദൂര സംസ്ഥാനത്തിലേക്ക് ജോലിക്ക് പോയി.
അവിടെ പോയി അയാൾ കൂട്ടത്തിൽ പെട്ടുനോക്കുമ്പോൾ 10-20 ആളും അയാളെ കൂടെയുള്ള ആൾക്കാർ മുഴുവനും മദ്യപിക്കുന്നവരാണ്. ഇയാൾ ഒരിക്കലും ജീവിതത്തിൽ മദ്യപാനം നടത്തിയിട്ടില്ലാത്ത നല്ല മനുഷ്യനാണ്. എന്തൊരു പരീക്ഷണമാണ് അല്ലാഹു തആല അയാൾക്ക് നൽകിയത്. അവിടെ പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവില്ലേ, അതേറ്റവും വലിയ കഴിവാണ്. കൂട്ടുകാർ പ്രേരിപ്പിക്കൂലേ, സൗജന്യമായിട്ട് വാങ്ങിക്കൊടുക്കൂലേ, അവർ കുടിക്കുമ്പോഴും അവരോടൊപ്പം നിന്ന് സംസാരിക്കുമ്പോഴൊക്കെ ആ വിഷയങ്ങൾ അറിയില്ലേ, അനുഭവിക്കൂലേ, അവരുടെ ആ ത്രില്ലൊക്കെ ഇയാളും പലപ്പോഴും കാണൂലേ, കുടിച്ചിട്ട് അവർ ആട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ കാണൂലേ. പക്ഷേ പിടിച്ചു നിൽക്കാൻ കഴിവുള്ള ആളുകൾ, അതല്ലേ സഹോദരങ്ങളെ ഏറ്റവും വലിയ കഴിവ്. നിസ്കരിക്കാത്തവരുടെ കൂട്ടത്തിൽ പെടുന്ന ആള് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് ബാക്കിയുള്ള ആളുകൾക്ക് മാതൃകയാകുന്നതല്ലേ ഏറ്റവും വലിയ കഴിവ്. സുബ്ഹാനല്ലാഹ്. മജൂസികളുടെ കൂട്ടത്തിൽ ജീവിച്ച ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ അവരൊക്കെ വന്ന് ആഘോഷത്തിലേക്ക് ക്ഷണിച്ചില്ലേ? നല്ലൊരു ആഘോഷം നടക്കുന്നുണ്ട്. ഒരുപാട് ആടുകളെയും ഒട്ടകങ്ങളെയും മറ്റുമൊക്കെ ബലിദാനം നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങൾ ആഘോഷത്തിലേക്കൊന്ന് വരണം. എന്താണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞ മറുപടി? ഇന്നീ സഖീം, എനിക്കിപ്പോ വരാൻ പ്രയാസമുണ്ട്, എനിക്ക് എൻ്റെ മനസ്സിന് അസ്വസ്ഥത തോന്നുന്നുണ്ട്. നിങ്ങളുടെ കൂടെ ആഘോഷത്തിന് വരാൻ, ആഘോഷത്തിൽ പങ്കെടുക്കാൻ എനിക്ക് മാനസികമായി വേദനയുണ്ട്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ. സ്നേഹത്തോടെ വന്നവര് വിളിച്ചു, വളരെ ബഹുമാനത്തോടെ അവർ വന്ന് വിളിച്ചു. പക്ഷേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കൊടുത്ത മറുപടി എങ്ങനെയല്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എത്ര ആഘോഷങ്ങൾക്ക് വേണ്ടി കുടുംബക്കാർ നിർബന്ധിച്ചിട്ടുണ്ട്. സൈനി ദഹ്ലാൻ അതിന്റെ വിശദമായ ചരിത്രം സീറയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ആഘോഷങ്ങൾക്ക് വേണ്ടി വിളിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, എന്നെ കൊണ്ടതിന് കഴിയില്ല, ആ ആഘോഷത്തിൽ പങ്കെടുക്കാൻ എൻ്റെ ശരീരം കൊണ്ട് കഴിയില്ല, നിങ്ങൾ പോയിക്കോളൂ. പലപ്പോഴും അവരെ പറഞ്ഞേക്കും. ഒരു ദിവസം വലിയൊരു ആഘോഷം നടക്കുമ്പോ അതേ അബൂ ത്വാലിബിന്റെ പെങ്ങന്മാര് അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായിമാരും പലരും വന്ന് നിർബന്ധപൂർവം വരണം എന്ന് പറഞ്ഞു. ഇത് ഇതുവരെ കണ്ട ആഘോഷം പോലെയല്ല, വലിയൊരു ആഘോഷമാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കൂട്ടിക്കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഘോഷം നടക്കുന്ന ആ സ്ഥലത്ത് വാഹനം ഇറങ്ങിയ ഉടനെ ഒരിക്കലും മുന്നോട്ട് കാലുവെക്കാതെ പോയതിനേക്കാളും സ്പീഡിൽ തങ്ങൾ തിരിച്ചു അങ്ങോട്ട് വാഹനത്തിൽ കയറി പുറപ്പെട്ടു. പിന്നാലെ അബൂ ത്വാലിബ് വന്നിട്ട് ചോദിച്ചു, അല്ല മോനെ, ഒന്ന് കയറിയിരിക്കാതെ, ഒരൽപ്പം പോലും വെള്ളം കുടിക്കാതെ, ഭക്ഷണം കഴിക്കാതെ, ഒന്ന് നോക്കി നിൽക്കാൻ പോലും നിൽക്കാതെ പെട്ടെന്ന് അവിടെ നിന്ന് ഊരിക്കളഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് അവിടെ എത്തുന്നത് വരെ എനിക്ക് നിർദ്ദേശമുണ്ട്, മുന്നോട്ട് പോകരുത്, മുന്നോട്ട് പോകരുത്. ഞാനവിടെ വാഹനം ഇറങ്ങിയപ്പോൾ മുന്നിൽ വന്നു നിന്നുകൊണ്ടൊരു ശുഭ്രവസ്ത്രധാരി എന്നോട് പറഞ്ഞു, പെട്ടെന്ന് വീട്ടിലേക്ക് മടങ്ങണം, ഒരു സെക്കൻഡ് പോലും തങ്ങളിവിടെ നിന്നുകൂടാ. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പിന്നെ അബൂ ത്വാലിബ് ക്ഷണിച്ചിട്ടില്ല, പിന്നെ ആഘോഷങ്ങൾക്ക് കൊണ്ടുപോയിട്ടില്ല. അതാ